കരസേന മുൻ മേധാവി ജനറൽ എം നർവേണയുടെ പുസ്തക വിവാദത്തിൽ പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയോട് ചോദ്യങ്ങളുമായി ഡൽഹി പോലീസ്. പുസ്തകം രാഹുൽ ഗാന്ധിക്കും മറ്റു നേതാക്കൾക്കും എങ്ങനെ ലഭിച്ചു? പുസ്തകത്തിന്റെ പകർപ്പ് ചോർന്നെന്ന് അറിഞ്ഞിട്ടും പ്രസാധകർ അധികൃതരെ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യം കരസേന മേധാവിയായിരുന്ന ജനറൽ എം നർവേണയുടെ പുസ്തകം അത് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന്റെ പ്രസാധകർ എന്ന് പറയുന്ന പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയോട് നിരവധി ചോദ്യങ്ങൾ ഡൽഹി പോലീസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ പകർപ്പ് ലഭിച്ചത് എന്നതാണ്. ഈ പകർപ്പ് ചോർന്നു എന്ന് സമ്മതിക്കാൻ പ്രസാധകർ തയ്യാറാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചോർന്നു എന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? മുൻ കരസേനാ മേധാവി എം നർവേണയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അന്ന് തന്നെ ഈ പ്രസാധകർ ഒരു വിശദീകരണം നൽകിയത് ഇത്തരത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പ്രസാധകർക്ക് ഒരു നോട്ടീസ് അയക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഈ പ്രസാധകരോട് ഉന്നയിച്ചതാണ്. പ്രധാനമായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഈ പുസ്തകത്തിന്റെ പകർപ്പ് എങ്ങനെയാണ് ലഭിച്ചതെന്നതാണ്. ഇതുകൂടാതെ തന്നെ ഈ പുസ്തകത്തിന്റെ പകർപ്പ് ചോർന്നുവെന്ന് മനസ്സിലായപ്പോൾ എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയില്ല എന്നൊരു നിർണായക ചോദ്യം കൂടി ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. കാരണം കോൺഗ്രസ് നേതാക്കൾ അടക്കം ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ആമസോണിൽ നിന്നാണ് തങ്ങൾ ഈ പുസ്തകം വാങ്ങിയത്. ഇതുകൂടാതെ തന്നെ ഇതിന്റെ ഈ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ചില പകർപ്പുകൾ വിപണികളിൽ എത്തിയിരുന്നു എന്ന ആരോപണം കൂടി ഉയർത്തിയിരുന്നു. എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച ഈ പ്രസാധകരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഡൽഹി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാന ചോദ്യം ഈ പുസ്തകത്തിന്റെ പകർപ്പ് ഏത് പ്രിന്റിംഗ് പ്രസ്സിലാണ് അച്ചടിച്ചത്? പ്രസിദ്ധീകരണത്തിന് മുൻപേ ആർക്കൊക്കെ ഈ പകർപ്പുകൾ നൽകിയെന്ന ചോദ്യം കൂടി ഡൽഹി പോലീസ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെ മറുപടിയാണ് ഈ വിഷയത്തിൽ പ്രസാധകർ നൽകിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് ഡൽഹി പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. കാരണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് അനുമതി ലഭിക്കാത്ത ഒരു പുസ്തകം എങ്ങനെയാണ് ഈ പ്രസാധകർ പ്രസിദ്ധീകരിച്ച് പുറത്തിറങ്ങിയത്? കാരണം രാഹുൽ ഗാന്ധി അടക്കം പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുകയും ആ പുസ്തകത്തിലുള്ള ചില ഭാഗങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട് നടത്തി. കാരണം ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൃത്യമായ ഇടപെടൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നതായിരുന്നു ഒരു വിമർശനം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഈ പാർലമെന്റിൽ ഉയർത്തിയപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതായിരുന്നു ഈ പ്രസാധകർ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഡൽഹി പോലീസ് ഉന്നയിച്ച ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ ചില പകർപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏത് പ്രിന്റിംഗ് പ്രസ്സിൽ അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെയാണ് ഈ പുസ്തകം ലഭിച്ചെന്ന ചോദ്യം കൂടി ഇപ്പോൾ ഡൽഹി പോലീസ് ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ വലിയ വിവാദം ഉയർന്നതിന് പിന്നാലെ കൂടുതൽ ഈ അധികാര സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഈ സൈനിക തലപ്പത്തെല്ലാമുള്ള ഉദ്യോഗസ്ഥർക്ക് പുസ്തകങ്ങൾ എഴുതുന്നതിലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിക്കുകയാണ്. അതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ചു കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പുസ്തകം എഴുതാനോ അതുപോലെ തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനോ ഇനി മുതൽ സാധിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം കഴിഞ്ഞ ദിവസം സൗത്ത് ബ്ലോക്കിൽ ചേർന്ന അവസാന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങും. വലിയ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായതിന് പിന്നാലെയാണ് ഇത്തരം നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഡൽഹി പോലീസിന്റെ അന്വേഷണവും മുന്നോട്ട് പോകുന്നു. എന്തായാലും പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയോട് നിരവധി ചോദ്യങ്ങളാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.